എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയുടെ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നിന്നിട്ട് സാധാരണ ബോർഡ് എക്സാമിന് ചോദിച്ചു കണ്ടുവരുന്ന കുറച്ച് കൺസെപ്റ്റാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കപ്പം ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായിട്ട് പറയുന്നത് ആസിഡ് ബേസ് തിയറികളെ കുറിച്ചിട്ടാണ്. ഒന്നാമത് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് അറീനിയസ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അതായത് അറീനിയസ് എന്ന് പറഞ്ഞുള്ള സയൻറ്റിസ്റ്റിൻ്റെ ആസിഡ് ബേസിൻ്റെ തിയറീസാണ് ഇവിടെ പറയുന്നത്. ആസിഡ്സ് ആർ ദി സബ്സ്റ്റൻസസ് that dissociates in water to give H+ ion and the bases are substances that produce hydroxyl ion. അതായത് ആസിഡ് വാട്ടറിൽ എടുത്ത് വെച്ചിട്ട് കലക്കിയാൽ ആസിഡ്സ് H+ അയൺസിനെ തരുന്ന ആൾക്കാരാണ്, H+ അയൺ തരുന്ന ആൾക്കാരാണ്. ഇനി ഒരു ബേസിനെ നമ്മൾ വാട്ടറിലെടുത്ത് കലക്കുകയാണെങ്കിൽ നമുക്ക് അത് OH- അയൺസ് തരും എന്നാണ് പറയുന്നത്. അതാണ് അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അതൊരു എക്സാമ്പിൾ എഴുതി കൊടുക്കാനാണെങ്കിൽ എങ്ങനെ എഴുതണമെന്ന് നോക്കാം. HX അക്വസ് H2O ലിക്വിഡ്. അപ്പോൾ ഇത് ആസിഡിൻ്റെ എക്സ്പ്ലനേഷനാണ്. അപ്പം ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കേ. രണ്ടാമത്തെ ഇക്വേഷനിൽ HX അക്വസ് ഗീവ്സ് H+ അക്വസ് പ്ലസ് X- ഇൻ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് H+ അയൺസിനെ തരും. ഇവിടെ തന്നെ നമുക്ക് കാണാം. ഇത് അതിൻ്റെ ഇച്ചിരൂടെ സിംപ്ലിഫൈഡ്, ഇച്ചിരൂടെ എക്സ്പാൻഡഡ് ഒരു ഫോർമാറ്റാണ്. HX അക്വസ് പ്ലസ് H2O ലിക്വിഡ് ഗീവ്സ് H3O+ അക്വസ് പ്ലസ് X-. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതി കൊടുക്കാം. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ കണ്ടോ, അത് ബേസിൻ്റെ എക്സാമ്പിളാണ്. MOH അക്വസ് ഗീവ്സ് M+ അക്വസ് പ്ലസ് OH-. ബേസസ് വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് OH- തരുന്ന ആൾക്കാരാണെന്നാണ് അറീനിയസ് കൺസെപ്റ്റ്, അറീനിയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ തിയറി. മനസ്സിലായോ? അടുത്ത് നമ്മൾ ബ്രോൺസ്റ്റഡ്-ലവറി കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന സെക്ഷനിലോട്ടാണ് പോകുന്നത്. ബ്രോൺസ്റ്റഡ്-ലവറി കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് അത് പറയുന്നത് എന്താണെന്ന് നോക്കാം. ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് ഡൊണേറ്റിംഗ് എ ഹൈഡ്രജൻ അയൺ ആൻഡ് ബേസസ് ആർ ദി സബ്സ്റ്റൻസസ് ക്യാപ്പബിൾ ഓഫ് അക്സെപ്റ്റിംഗ് ഹൈഡ്രജൻ അയൺ. എന്ന് വെച്ചാൽ ആസിഡ് H+ അയൺസിനെ കൊടുക്കുന്ന ആളാണ്, ബേസസ് എന്ന് പറയുന്നത് H+ അയൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ അറീനിയസ് കൺസെപ്റ്റിൽ പറഞ്ഞത് ആസിഡ് എന്ന് പറയുന്നത് H+ അയൺ തരുന്ന ആൾക്കാരാണ് ഇൻ വാട്ടർ. ബേസസ് എന്ന് പറയുന്നത് OH- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻ വാട്ടർ. ഇനി ബ്രോൺസ്റ്റഡ്-ലവറി കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ കണ്ടോ, ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡോണേഴ്സ് ആണ്, ബേസസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആണ്. ഈ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. ഇനി അതിനെങ്ങനെ എഴുതി കൊടുക്കുക, ഒരു എക്സാമ്പിൾ വഴിയിട്ട് നോക്കിയാൽ വേണ്ടേ. എക്സാമ്പിൾ കണ്ട NH3 അക്വസ് പ്ലസ് H2O ലിക്വിഡ് റിവേഴ്സിബിളി ഗീവ്സ് NH4+ അക്വസ് പ്ലസ് OH- അക്വസ്. ഇവിടെ നമുക്കറിയാം NH3 എന്ന് പറയുന്ന സാധനത്തിനുണ്ടാകുന്ന മാറ്റം അത് പ്രോട്ടോണിനെ ആഡ് ചെയ്തിട്ട് NH4+ ആയിട്ട് മാറുന്നതായിട്ട് കണ്ടു അല്ലേ. അവിടെ H+നെ സ്വീകരിക്കണമെങ്കിൽ H+ അക്സെപ്റ്റേഴ്സ് എന്ന് പറയുമ്പം ബേസസ് ആണ്. അപ്പോൾ NH3 എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ ബേസ് ആണ്. ഇനി H2O നോക്കാം. H2-നുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് H2-ന് ഒരു പ്രോട്ടോൺ ലോസ് ചെയ്തിട്ട് ഒരു H+ പോയിട്ട് അവിടെ OH- ആയിട്ടാണ് മാറുന്നത്. മീൻസ് അവിടെ ശരിക്കും ഉണ്ടായ മാറ്റം എന്താ, പ്രോട്ടോണിനെ ലോസ് ചെയ്തു. പ്രോട്ടോണിനെ ലോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടോൺ ഡോണേഴ്സ് ആവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആസിഡ്. അപ്പോൾ ഇതെങ്ങനെ എഴുതി കൊടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു ബേസ് പ്രോട്ടോണിനെ ആഡ് ചെയ്തിട്ട് കോൺജിഗേറ്റ് ആസിഡായിട്ടാണ് മാറുന്നത്. കണ്ടോ, കോൺജിഗേറ്റ് ആസിഡ്, അത് മറന്നു പോകരുത്. അപ്പോൾ NH4+ എന്ന് പറയുന്നത് കോൺജിഗേറ്റ് ആസിഡാണ്. ഇനി OH- അക്വസ് ആയിട്ടുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചാൽ കോൺജിഗേറ്റ് ബേസ് ആണ്. മനസ്സിലായോ? അപ്പോൾ കോൺജിഗേറ്റ് ആസിഡ് എന്താണ്, കോൺജിഗേറ്റ് ബേസ് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ ഐഡിയ വന്നല്ലോ.
ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത അപ്പോൾ എന്താണ്ട് ഒരു കാര്യം കൂടെ പറയണ്ടേ. കോൺജുഗേറ്റ് ആസിഡ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വെച്ചോ. കോൺജുഗേറ്റ് ആസിഡ് എന്താണെന്ന് വെച്ചാൽ ബേസിൽ നിന്നിട്ട് പ്രോട്ടോൺ ആഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന സാധനമാണ് കോൺജുഗേറ്റ് ആസിഡ്. ഇനി കോൺജുഗേറ്റ് ബേസ് എന്താണെന്ന് ചോദിച്ചാൽ ആസിഡിൽ നിന്നിട്ടും പ്രോട്ടോണിനെ ലോസ് ചെയ്തുണ്ടാകുന്ന സാധനമാണ് കോൺജുഗേറ്റ് ബേസ്. മനസ്സിലായോ? അങ്ങനെ ചോദിച്ചാലും എഴുതാനുള്ള ആൻസർ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലൂയിസ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് എന്നതാണ്. ശരിക്കും ലൂയിസ് തിയറി എന്ന് പറയുന്നത് ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റിൻ്റെ ഒരു ചെറിയ മോഡിഫൈഡ് ഫോർമാറ്റ് ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആസിഡുകൾ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്, ബേസസ് ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആണ്. ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആൻഡ് ബേസസ് ആർ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ഇത് ശരിക്കും ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റിൻ്റെ ഒരു എക്സാക്റ്റ് കോപ്പി തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആൻഡ് ബേസസ് ആർ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. അതാണ് ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അതിന് താണ്ട ഒരു എക്സാമ്പിൾ നോക്കിക്കേ. BF3 പ്ലസ് NH3 ഗീവ്സ് BF3യും NH3യും കൂടെ അഡക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇത് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു എക്സാമ്പിളാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. BF3 ഇവിടെ NH3യുടെ അടുത്ത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. മീൻസ് ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് കൊടുക്കാനാണ് ഈ തിയറി പ്രകാരം. ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആവുകയാണെങ്കിൽ അത് ബേസസ് ആണ്. അപ്പം NH3 എന്ന് പറയുന്ന ആളിവിടെ ലൂയിസ് ബേസ് ആണ്. ഇനി BF3 എന്ന് പറയുന്ന ആൾ ഈ ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കാനിരിക്കുന്ന ആളാണ്. ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. മീൻസ് ഇവിടെ BF3 എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ് ആണ്. മനസ്സിലായോ? BF3 AlCl3 cobalt 3+ Mg+2 ക്യാൻ ആക്ട് ആസ് ലൂയിസ് ആസിഡ്. അപ്പോൾ ജനറലായിട്ട് പറയാം ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസാണ് സാധാരണ ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി H2O NH3 OH- ആക്ട് ആസ് ലൂയിസ് ബേസസ്. അപ്പോൾ ലൂയിസ് ബേസസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് സാധാരണ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ഉണ്ടായിരിക്കും. നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായിട്ട് പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്കാണ്, കോമൺ അയൺ ഇഫക്റ്റ്. എന്താണ് കോമൺ അയൺ ഇഫക്റ്റ്? ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു ഡെഫിനിഷൻ ഞാൻ ആദ്യം വായിക്കാം. കോമൺ അയൺ ഇഫക്റ്റ്, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം ഓൺ ആഡിങ് എ സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊവൈഡ് മോർ ഓഫ് ആൻ അയണിക് സ്പീഷീസ് ആൾറെഡി പ്രസൻറ്റ് ഇൻ ദ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം. ആ ഡെഫിനിഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇച്ചിരി എളുപ്പമുള്ളൊരു ഡെഫിനിഷൻ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയാകും. It is the suppression of the dissociation of weak electrolyte. എന്താ? Suppression of the dissociation of weak electrolyte by the addition of strong electrolyte containing a common ion. അതായത് ഒരു സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തിട്ട് അതിൻ്റെ ഡിസോസിയേഷൻ നമ്മൾ കാണിക്കണം. അപ്പം അതാണ് എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. CH3COO- H+ ആയിട്ട് കിട്ടി. ഇനി അടുത്തത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ CH3COONA അഥവാ സോഡിയം അസറ്റേറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ CH3 അസറ്റേറ്റ് അയണും Na+ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നു, ഇവിടെ അസറ്റേറ്റ് അയൺ ഉണ്ട്. അതുപോലെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്തപ്പോഴും ഇവിടെ അസറ്റേറ്റ് അയൺ ഉണ്ട്. അതായത് സൊല്യൂഷനിൽ അസറ്റേറ്റ് അയൺ എന്നതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് പറയാം, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് സൈഡിലെ എമൗണ്ട് കൂടിയാൽ അവിടെ റിയാക്ഷൻ റിവേഴ്സ് നടക്കും, അല്ലേ? അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പം ഈ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ടിട്ട് ഇതിൻ്റെ ഡിസോസിയേഷൻ നടന്നിട്ട് ഇതിൻ്റെ ഷിഫ്റ്റിംഗ് ഇങ്ങോട്ട് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ മൊത്തത്തിൽ കൂടിയിട്ട് ഈ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്തിട്ട് അത് റിവേഴ്സ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലായോ? ഇത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു തിയറിയാണ് ശരിക്കും ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് പറയാം കോമൺ അയൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫിനോമിനൻ മാത്രമാണ്.
അതുകൊണ്ട് കോമൺ ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിനോമിനൻ മാത്രമാണ്. ദാറ്റ് ഈസ് ബേസിക് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾസിൻ്റെ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിനോമിനൻ മാത്രമാണ് കോമൺ ആൻഡ് ഇഫക്റ്റ്. അടുത്തതായിട്ട് പറയുന്നത് ബഫർ സൊല്യൂഷൻ എന്താണ് എന്നാണ്. ബഫർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുമ്പോഴത്തേക്ക് ഒരു ബഫർ സൊല്യൂഷൻ അവിടെ ഇരിക്കുകയാണ്, നമ്മൾ കുറച്ച് സബ്സ്റ്റൻസ് അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ pHന് കൂടുതൽ കാര്യമായ മാറ്റം ഉണ്ടാവും. അതാണ് ശരിക്കും ബഫർ സൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൊല്യൂഷൻസ് വിച്ച് റെസിസ്റ്റ് ദി ചേഞ്ച് ഇൻ ദി pH ഓൺ ഡൈല്യൂഷൻ or with the addition of small amount of acid or alkali is called a buffer solution. എന്താ? സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദി ചേഞ്ച് ഇൻ ദി pH. അതായത് ആ സൊല്യൂഷൻ pH ചേഞ്ച് ചെയ്യുന്നതിൽ റെസിസ്റ്റ് ചെയ്യുന്നു ഓൺ ഡൈല്യൂഷൻ ഓർ വിത്ത് ദി അഡിഷൻ ഓഫ് സ്മാൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി. അതായത് സ്മാൾ എമൗണ്ട് ഓഫ് ആസിഡോ ആൽക്കലിയോ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ സൊല്യൂഷൻ്റെ pH ചേഞ്ച് ആവാതെ അല്ലെങ്കിൽ ഒരു സ്മാൾ ചേഞ്ച് മാത്രമേ പോകത്തുള്ളൂ. ഇത്തരത്തിൽ pH ചേഞ്ച് ആവാതെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻസിന് പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. ഇനി ബഫർ സൊല്യൂഷൻ നമുക്ക് അസിഡിക് ബഫർ എന്താണെന്ന് പറയാം. അസിഡിക് ബഫർ എന്താണെന്ന് ചോദിച്ചാൽ അസിഡിക് ബഫർ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനിഷൻ പറയാം. അസിഡിക് ബഫറിൽ ഒരു വീക്ക് ആസിഡും കാണും, ആ വീക്ക് ആസിഡിൻ്റെ ഒരു സാൾട്ടും കാണും. ആ മിക്സ്ചർ ആയിരിക്കും അസിഡിക് ബഫർ. മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡാണ്, അതിൻ്റെ സാൾട്ടാണ് സോഡിയം അസറ്റേറ്റ്. അതിൻ്റെ pH എന്ന് പറയുന്നത് 4.75 ആയിരിക്കും. അടുത്ത ബേസിക് ബഫർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നോക്കുകയാണെങ്കിൽ ബേസിക് ബഫറിൽ ഒരു വീക്ക് ബേസ് കാണും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സാൾട്ടും കാണും. മിക്സ്ചർ ഓഫ് NH4OH ആൻഡ് NH4Cl ബേസിക് ബഫറിന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പുതിയ കണ്ടൻറ്റുമായിട്ട് കൊണ്ടുവരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ ചാനൽ ഷെയർ ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.